തിരുവനന്തപുരത്ത് നിന്ന് കാട്ടാക്കട പോകുന്ന റൂട്ടിൽ കിള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കറക്റ്റ് നിൽക്കുന്നത്. കിള്ളി ഇവിടെ നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ മാറി ശാസ്താംപാറ എന്ന സ്ഥലത്താണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ശാസ്താംപാറ പോകാൻ തിരുവനന്തപുരത്ത് വരുന്നവരാണെങ്കിൽ ഇതിലെ 2 വഴികളുണ്ട്. നമ്മളിപ്പോൾ കാണുന്ന വഴി എന്ന് പറഞ്ഞാൽ നേരെ മൂങ്ങോട് വഴി തച്ചോട്ടുകാവെന്ന് പോകുന്ന റോഡാണ്. അവിടെ നിന്ന് നമുക്ക് റൈറ്റ് സൈഡായിട്ട് പോയി കഴിഞ്ഞാൽ പേയാട് നിന്ന് നമുക്ക് ഏകദേശം വിളപ്പിൽശാല വഴി നമുക്ക് വരാനുള്ള ഒരു വഴിയുണ്ട്. തിരുവനന്തപുരം സൈഡിൽ നിന്ന് വരുന്നവരാണെങ്കിൽ ഈസി എന്ന് പറഞ്ഞാൽ പേയാട് നിന്ന് നേരെ വിളപ്പിൽശാല വരിക. അവിടെ നിന്ന് ഏകദേശം ഒരു 2.5 കിലോമീറ്റർ മാറി കഴിഞ്ഞ് നമ്മൾ ഈ മുന്നിൽ കാണുന്ന റോഡ് വഴിയാണ് ഇവിടെ എത്തുന്നത്. ഇതാണ് വിളപ്പിൽശാലയിൽ നിന്ന് റോഡ്. ഈ റോഡുകളെല്ലാം വന്ന് ചേരുന്ന സ്ഥലത്തായിട്ട് ഒരു കിണർ കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഇതിന് കറക്റ്റ് മുൻവശത്താണ് കിണർ വരുന്നത്. ഈ അടുത്ത കാലത്തെങ്ങാനും പണി ചെയ്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വേണ്ട ഡിസൈൻ വർക്കൊക്കെ ഇപ്പോൾ ഫിനിഷ് ആയിട്ടില്ല, ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും കൊള്ളാം, അതിമനോഹരമായിട്ടുണ്ട്. ഇതിനകത്തെന്ന് പറഞ്ഞാൽ വലുതായിട്ട് ഉപയോഗശൂന്യമായ രീതിയിലാണ് കിടക്കുന്നത്. കണ്ട പായലും പൊടിയും എല്ലാവരും കിടപ്പുണ്ട്. വലുതായിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിലല്ല ഇത് കാണുന്നത്. ഇവിടെ നിന്ന് കറക്റ്റ് ഇതാണ് ഇതിൻ്റെ മുൻവശം എന്ന് പറയുന്നത്. ഇതിൻ്റെ പാർക്കിംഗ് ഏരിയ എന്ന് പറയുന്നത് ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെ തന്നെയാണ്. ഒരുപാട് കടയോ ബാക്കി കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു ബോർഡ് കൂടെ കാണാൻ പറ്റും. അതിൽ തന്നെയാണ് ഓരോന്നായിട്ട് അവിടെ എന്തൊക്കെ സംഭവം ഉണ്ട് എന്ന് എഴുതിയിട്ടുണ്ട്. മണ്ഡപം, സ്നാക്ക് ബാർ, ടോയ്ലറ്റ് ബ്ലോക്ക്, ടിക്കറ്റ് കൗണ്ടർ, ഗേറ്റ്, ചിൽഡ്രൻസ് പ്ലേ ഗ്രൗണ്ട്, സ്റ്റെപ്സ്, സീറ്റിങ്സ്, ഇതാണ് മെയിനായിട്ട് എഴുതിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് അതിമനോഹരമാണ്. പക്ഷേ ആവശ്യമില്ല ഒരു കൂൾ ബാറിൻ്റെ ബോർഡും പിന്നെ അവിടെങ്ങളിലായിട്ട് ആവശ്യമില്ല ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് അതിൻ്റെ ഒരു ഇത്രയും പൈസ മുടക്കി ഉണ്ടാക്കിയെടുത്തൊരു മനോഹാരിത കളഞ്ഞെന്നാണ് പറയാം. ഇവിടുത്തെ ടിക്കറ്റ് നിരക്ക് എന്ന് പറഞ്ഞാൽ മുതിർന്നവർക്ക് 20 രൂപയും കുട്ടികൾക്ക് 10 രൂപയാണ്. പിന്നെ ക്യാമറ വീഡിയോഗ്രാഫി അതിനാണെങ്കിൽ 250 അഡീഷണൽ നമ്മൾ കൊടുക്കണം. ഇതാണ് കയറി പോകുന്ന സ്ഥലത്ത് ഫസ്റ്റത്തെ മണ്ഡപം എന്ന് പറഞ്ഞ ആ ഒരു ബോർഡിൽ നമ്മൾ കണ്ടത്. അതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കണം. അവിടെ നേരെ ഇനി നമുക്ക് ഈ ഒരു സ്റ്റെപ്പുകളൊക്കെ എന്ന് പറഞ്ഞാൽ അതിമനോഹരമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ കറക്റ്റ് സമയത്ത് മെയിൻ്റനൻസും ബാക്കി കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ രീതിയിലാണ് കാണാൻ പറ്റും. നമ്മളത് സ്റ്റെപ്പെല്ലാം കയറി മുകളിൽ വരുന്ന സമയത്ത് ഇവിടെ ഇതേക്കണമെങ്കിൽ ചെറിയൊരു കൂൾ ബാർ കാണാൻ പറ്റും. അതിൻ്റെ തൊട്ടടുത്ത് നിന്നാണ് നല്ല അതിമനോഹരമായിട്ടുള്ള വ്യൂ ഒക്കെ നമുക്ക് സ്റ്റാർട്ടാവുന്നത്. ഇത് കഴിഞ്ഞ് മുകളിലോട്ട് പോകുമ്പോഴാണ് മെയിനായിട്ടുള്ള 2 വ്യൂ പോയിൻ്റ് വരുന്നത്. ഇവിടെ റൈറ്റും ലെഫ്റ്റും 2 എൻട്രി കാണുന്നുണ്ട്. നമുക്ക് റൈറ്റ് സൈഡിലോട്ട് ഫസ്റ്റ് പോകുന്നത്. ആ കയറി പോകുന്ന സ്ഥലത്ത് തന്നെ ഒരു അതിമനോഹരമായിട്ടൊരു മണ്ഡപം അവിടെ ചെയ്തിട്ടുണ്ട്. ഇതാണ് അവിടെ എഴുതിയ 2ാമത്തെ മണ്ഡപം. ഇതിൻ്റെ തൊട്ട് മുകളിൽ തന്നെയാണ് ചെറിയൊരു അമ്പലം കാണും. ഇവിടെ വരുന്നുണ്ടെങ്കിൽ വൈകുന്നേരം സമയങ്ങളായിരിക്കും തീർച്ചയായിട്ടും വരേണ്ടത്. അല്ലെങ്കിൽ നല്ല വെയിലായിരിക്കും. ഈ ഒരു വ്യൂ ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വൈകുന്നേരം തന്നെ വരിക. തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് ഏകദേശം ഒരു 14 കിലോമീറ്റർ മാത്രമേ വരുന്നുള്ളൂ നമ്മളെ ഈ ശാസ്താംപാറ ടൂറിസം സെൻറ്ററിലോട്ട്. ഇവിടെ നിന്ന് നമുക്ക് തൊട്ടടുത്ത് ഒരുപാട് ചെറിയ ചെറിയ ടൂറിസ്റ്റ് പ്ലേസുകളുണ്ട്. പിന്നെ അല്ലാതെ വലുതായിട്ട് എന്ന് പറയുന്നത് നമുക്ക് നെയ്യാർ ഡാമുണ്ട്. എന്തായാലും നമുക്കിനി വരും വീഡിയോകളിൽ ഇതേ കണക്കുള്ള ചെറിയ ചെറിയ ടൂറിസ്റ്റ് പ്ലേസുകൾ എന്തായാലും തീർച്ചയായിട്ടും ഉൾക്കൊള്ളുന്നതായിരിക്കും. നമ്മൾ അവിടെ നിന്ന് നടന്ന് മുന്നോട്ട് വരുമ്പോൾ പിന്നെ ഒരു ചെറിയൊരു എൻട്രി കാണുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ വലിയൊരു പാറയുടെ മുകളിലോട്ടാണ് പോകുന്നത്. ഇതിൻ്റെ സൈഡിലേക്ക് ഉണ്ട് ഇതേ കണക്ക് പ്രൊട്ടക്ഷൻ വാൾ എല്ലായിടത്തും കെട്ടിയിട്ടുണ്ട്. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് അതീവ ഡേഞ്ചറാണ് ഈ ഏരിയ എന്ന് പറഞ്ഞാൽ. ഇവിടെ നിന്നുള്ളൊരു വ്യൂ എന്ന് പറഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ വൈകുന്നേരം സമയത്ത് വന്നാൽ മാത്രമേ ഇങ്ങനെ ഒരു വ്യൂ കാണാൻ പറ്റത്തുള്ളൂ. തീർച്ചയായിട്ടും വൈകുന്നേരം തന്നെ വരിക. അതുകൊണ്ട് ഇവിടെ നിന്നൊരു പ്രൊട്ടക്ഷൻ വാൾ എന്ന് പറഞ്ഞാൽ ആ ഒരു ഏറ്റവും ലാസ്റ്റ് ഒരു ഏരിയ വരെയുണ്ട്. എന്തായാലും അതൊരു നല്ലൊരു കാര്യം തന്നെയാണ്. നമുക്ക് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം ഒരു പ്രൊട്ടക്ഷൻ വാളും പിന്നെ സ്റ്റെപ്പൊക്കെ ഉള്ളിടത്തെല്ലാം ഒരു സൈഡ് വാളും എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്ന ആ ഒരു വ്യൂ ഉണ്ട്. നമുക്ക് തുറൽ വന്ന സ്ഥലത്താണ് ആ ഒരു ചെറിയൊരു അമ്പലം വന്ന സ്ഥലത്ത് അവിടുത്തെ സൈഡിലെല്ലാം ഈ പ്രൊട്ടക്ഷൻ വാൾ നിർമ്മിച്ചിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് നമുക്ക് ചെറിയൊരു ചിൽഡ്രൻസ് പാർക്ക് വരുന്നത്. വലിയൊരു പാർക്കെന്ന് പ്രതീക്ഷിക്കേണ്ട ചെറിയൊരു പാർക്കാണ്. എന്തായാലും ഈ ഒരു മലയുടെ സൈഡിൽ ഇതേക്കൊരു പാർക്ക് നിർമ്മിച്ചതിന് എന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ്. കുട്ടികൾക്കെല്ലാം എൻജോയ് ചെയ്യാൻ പറ്റിയ രീതിയിൽ തന്നെയാണ് ഇവരെല്ലാം റെഡിയാക്കിയിട്ടുള്ളത്. പാർക്കിൻ്റെ അങ്ങോട്ട് ഇറങ്ങുന്ന ഏരിയയിൽ കുറച്ച് ഏരിയകളൊന്നും പ്രൊട്ടക്ഷൻ വാളോ ബാക്കി കാര്യങ്ങളൊന്നുമില്ല. ഇതിന് വലിയൊരു ഡേഞ്ചർ അല്ലായിരിക്കും. അതായിരിക്കും പ്രൊട്ടക്ഷൻ വാളോ ഒന്നും തന്നെ ഇല്ലാത്തത്. ഇതാണ് ആ പാർക്കിൻ്റെ അങ്ങോട്ട് പോകുന്നൊരു ഏരിയ എന്ന് പറയുന്നത്. ഇവിടെ നിന്നുള്ളൊരു വ്യൂ എന്ന് പറഞ്ഞാൽ കിടിലം വ്യൂ ആണ്. സൂര്യാസ്തമ സമയമുണ്ട്. വല്ലാത്തൊരു ലൈറ്റും ബാക്കി കാര്യങ്ങൾ സെറ്റപ്പാണ്. ഇറങ്ങുന്ന സ്ഥലത്ത് തന്നെ ചെറിയൊരു ആമ്പൽ കുളം കാണാൻ പറ്റും. വലുതായിട്ട് വെള്ളം ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ഒരു ഭംഗി നമുക്കിപ്പോൾ വലുതായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നില്ല. ഇതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമുക്ക് ചിൽഡ്രൻസ് പാർക്ക് വരുന്നത്. ചെറിയൊരു പാർക്കാണ്. ഒരുപാട് സംഭവങ്ങളോ ബാക്കി കാര്യങ്ങളോ ഒന്നുമില്ല. ചെറിയൊരു പാർക്ക്. എന്തായാലും ഈ ഒരു പാറയുടെ അടുത്ത് ഇതിങ്ങനെ സെറ്റ് ചെയ്തതിന് എന്തായാലും വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. ഈ പാർക്ക് മാത്രമല്ല, പാർക്കിൻ്റെ കൂടെ ചേർന്നതിന് ചെറിയൊരു മണ്ഡപം നമുക്ക് കൂടെ കാണാൻ പറ്റി. വളരെ ചെറിയൊരു മണ്ഡപമാണ്. പാർക്കിൻ്റെ തൊട്ടടുത്താണ്. പല സ്ഥലങ്ങളിലായിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ 1, 2, 3ാമത്തെ മണ്ഡപമാണ് കാണുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ ചെറിയൊരു വാട്ടർ ടാങ്കും ബാക്കി സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ കണക്ഷനോ ബാക്കി കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. എല്ലാം തല്ലിപ്പൊളിച്ച് കളഞ്ഞ രീതിയിലാണ് കാണാൻ പറ്റിയത്. അതെന്താണ് കാര്യം, ഇനി മെയിൻ്റെനൻസ് ചെയ്യാത്തതാണോ ഇനി ആരെങ്കിലും തല്ലിപ്പൊളിച്ചാണോ എന്ന് നേരെ ഐഡിയയില്ല. ഇതിൻ്റെ തൊട്ട് ബാക്കിൽ ചെറിയൊരു വഴി കാണാൻ പറ്റും. അതുവഴി പോയി കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്.
തിരിച്ച് വരുന്ന വഴി തന്നെ നമുക്ക് ചെറിയൊരു ഓഫീസ് കണക്കുള്ള സെറ്റപ്പ് കാണാൻ പറ്റും. ഇപ്പം വർക്കിംഗ് എന്നല്ല, ഫുള്ള് ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇത്ര മാത്രമാണ് നമ്മൾ ആദ്യത്തെ പാറയിൽ നിന്നുള്ളൊരു വ്യൂ എന്ന് പറഞ്ഞാൽ. ഇനി നമ്മൾ നേരെ പോകുന്നത് തൊട്ടടുത്തിന് രണ്ടാമത്തെ പാറയാണ്. ഇപ്പം നമ്മൾ വന്ന സ്ഥലത്തെല്ലാം നല്ല രീതിയിൽ സ്റ്റെപ്പും ബൈ കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പാറയിൽ കയറുന്നിടത്ത് സ്റ്റെപ്പോ ബൈ കാര്യങ്ങളൊന്നുമില്ല. ഒരു സൈഡ് വാളുണ്ട്. പിന്നെ ഇതേ കണക്ക് പാറ ഈ ഒരു രൂപത്തിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ചവിട്ടി കയറാമെന്നേ ഉള്ളൂ, വേറെ വിഷയങ്ങളൊന്നുമില്ല. തിരിച്ചിറങ്ങുന്ന സമയത്ത് മാത്രമേ ചെറിയൊരു ബുദ്ധിമുട്ട് വരുള്ളൂ. പെട്ടെന്ന് സ്ലിപ്പായി താഴോട്ടൊന്നും പേടിക്കേണ്ട. അതുകൊണ്ട് പാറയെല്ലാം നല്ല ഇതേ കണക്ക് ഒരുപാട് ഗ്രിപ്പുകളും ബാക്കി കാര്യങ്ങളുണ്ട്. നമുക്ക് ഈസി ആയിട്ട് എൻ്റെ മുകളിൽ കയറി പോകാമെന്നേ ഉള്ളൂ, വേറെ വിഷയങ്ങളൊന്നുമില്ല. കയറി ചെല്ലുമ്പോൾ തന്നെ ഇരിക്കാൻ വേണ്ടി കുറേ ഇതേ കണക്കുള്ള ചെറിയ ചെറിയ സീറ്റുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്തായാലും കൊള്ളാം. ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഈ ഒരു അതിമനോഹരമായിട്ടുള്ള വ്യൂ ഒക്കെ കാണുമെന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ഫീല് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ടൊരു ആൻറ്റിന സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് ചെറിയൊരു കുളം നമുക്ക് കാണാൻ പറ്റും. ഫുൾ കവർ ചെയ്താണ് ഇട്ടിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് നല്ലൊരു ആഴം കാണും, അല്ലാതെ ഇത്രയും ഒരു കവർ ചെയ്ത് പ്രൊട്ടക്ട് ചെയ്തിടത്തില്ല. നമുക്കിവിടെ നിന്ന് കഴിഞ്ഞാൽ ഏകദേശം തിരുവനന്തപുരത്തിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ ചുറ്റും കാണുന്ന ഒരു പച്ചപ്പ് മാത്രമാണ്. അപ്പോൾ സിറ്റി ഏകദേശം നമുക്ക് കാണാൻ പറ്റുന്നില്ല, അല്ലാത്ത ഏരിയകളായിരിക്കും നമ്മൾ കൂടുതലും കാണുന്നത്. ഇതാണ് നമ്മുടെ ശാസ്താംപാറയുടെ മുകളിൽ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത്. അതിമനോഹരമായ വ്യൂ തന്നെയാണ്. എന്തായാലും വരാൻ പറ്റുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും വരിക. വൈകുന്നേര സമയങ്ങളിലായിരിക്കും വരേണ്ടത്. വൈകുന്നേര സമയങ്ങളിൽ വന്നാലെന്ന് പറഞ്ഞാൽ വലുതായിട്ടും വെയിൽ കൊള്ളേണ്ടി വരത്തില്ല, അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അല്ലെങ്കിൽ നല്ലൊരു വെയിലാണ്. ഇതേക്കുള്ളൊരു വ്യൂ നമുക്ക് കാണാൻ പറ്റുന്നതും ഈ ഒരു വൈകുന്നേര സമയങ്ങളിലാണ്. ഈ ഒരു സൂര്യാസ്തമയ സമയമുണ്ട്. ആ ഒരു ലൈറ്റിൻ്റെ കളറും ബാക്കിയെല്ലാം അതിമനോഹരം തന്നെയാണ്. എന്തായാലും ഇതേ കണക്കുള്ള ചെറിയ ചെറിയ വീഡിയോകളായിട്ട് ഇനി നമ്മൾ തീർച്ചയായിട്ടും വരുന്നതായിരിക്കും.